എല്ലാ മോഡലേഴ്സിന്റെയും ഉള്ളിൽ BIM കോർഡിനേറ്റർ ഉണ്ടാവാം. പക്ഷെ അത് അവരായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാതെ ഇൻഫോർമേഷന്റെ വർക്ക് ഫ്ലോ ഈ ഇൻഫോർമേഷൻ എങ്ങനെ കൊണ്ടുവരാം, എന്ത് ഇൻഫോർമേഷൻസ് ആണ് വേണ്ടത്, ഈ ഇൻഫോർമേഷൻ ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കണേന്ന് അറിയാത്തടത്തോളം കാലം അവർ ആ കംഫർട്ട് സോൺ ബ്രീച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഒരു കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന ക്ലാഷ് ഡിറ്റക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് കോർഡിനേറ്റർ ആവാലോ എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് എല്ലാത്തിനും ഒരു പോയിന്റും കൂടി അതിൽ കംപ്ലൈഡ് ആണ്. അതായത് ISO 19650 ആയിട്ടുള്ള സെക്യൂരിറ്റി മൈൻഡ് CAD BIMലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അവർ കൺവിൻസ്ഡ് ആവാത്തൊരു റീസൺ വൈ വി ആർ ഇൻവെസ്റ്റിംഗ് ഇത്രയധികം ക്യാപിറ്റൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം. കമ്പനീസ് നോക്കുന്നത് ആൾക്കാർ ഇൻബിൽ ടാലന്റ് ഉണ്ടോ ടു ഗവേൺ അനദർ ഡിസിപ്ലിൻ. പ്രോജക്റ്റ് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഇൻസ്റ്റിൻറ്റ് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ I'm pleased to welcome Mr. Sijo, who is having a great exposure in BIM management, coordination and delivery system. Sijo, welcome to the podcast. Sijo, ഇപ്പോൾ നമുക്ക് ഒരുപാട് കാണുന്നതാണ് BIM പ്രൊഫഷണൽസിൽ സോഫ്റ്റ്വെയർ സ്ക്രിപ്റ്റ് ഉണ്ട്, മോഡലിംഗ് ലെവലൊക്കെ ഓക്കെയാണ്. സ്റ്റിൽ അവർ ഏതൊരു പോയിന്റ് വെച്ച് സ്റ്റക്ക് ആവുന്നുണ്ട്. അവർക്ക് അടുത്ത ഗ്രേഡിലേക്ക് പോകുന്നില്ല. ലൈക്ക് 2 or 3 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞാലും ഇവർ ഇതേ മോഡലിംഗ് ലെവൽ തന്നെ അല്ലെങ്കിൽ സീനിയർ ലെവലിൽ നിൽക്കുന്നുണ്ട്, അടുത്ത ഗ്രേഡിലേക്ക് മാറുന്നില്ല. എന്താ അതിൻ്റെ റീസൺ? ആക്ച്വലി എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് അവിടെ. കാരണം അവർക്ക് അടുത്ത ഗ്രേഡ് എന്ന് പറയുന്നത് ലൈക്ക് കോർഡിനേറ്റർ ലെവലിലേക്കോ അല്ലെങ്കിൽ മാനേജർ ലെവലിലേക്കൊന്നും അവർ മൂവ് ആവുന്നില്ല. ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്താൽ പോലും. എന്തായിരിക്കും ഇതിൻ്റെ റീസൺ? മോസ്റ്റ്ലി ഈ ഒരു പ്രശ്നം ഓൾറെഡി ഇൻഡസ്ട്രിയിലുള്ളതാണ്. അതിൽ അവരവരുടെ ഒരു എർജ് കാണുന്നില്ല അടുത്തൊരു ഡിപ്പാർട്ട്മെന്റിൽ എന്ത് നടക്കണേന്നുള്ളൊരു ക്യൂരിയോസിറ്റി അവർക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കംഫർട്ട് സോൺ ജനറേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുമോ? മേ ബി അവരെ കംഫർട്ട് സോണിൽ അഡാപ്റ്റ് ആയിരിക്കാം. മേ ബി ആ ഓർഗനൈസേഷൻ അവർക്ക് വേറെ ട്രെയിനിങ് ലെവൽ അതിന്റെ മുകളിലേക്ക് കൊടുക്കാതിരിക്കാതായിരിക്കാം. അല്ലെങ്കിൽ ഇവർ മനഃപൂർവ്വം അതിനു വേണ്ടി തയ്യാറെടുപ്പ് എടുക്കണില്ല എന്നുള്ളതായിരിക്കാം. അതിന് പല റെസ്പോൺസസ് ഉണ്ടാവും. ബട്ട് നമ്മുടെ ഒരു ഇംപ്രഷൻ എന്താന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലൈക്ക് മോഡലർ ഒരു സർട്ടൺ സ്റ്റേജിന് ശേഷം ലൈക്ക് ഹീസ് കോർഡിനേറ്റർ അങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുക്കുന്നതിനേക്കാളും കമ്പനീസ് നോക്കുന്നത് ആൾക്കാർ ഇൻബിൽ ടാലന്റ് ഉണ്ടോ ടു ഗവേൺ അനദർ ഡിസിപ്ലിൻ. അടുത്ത ഡിസിപ്ലിനിൽ നടക്കുന്ന തെറ്റുകൾ മനസ്സിലാക്കി അത് ആ മറ്റുള്ള ഡിസിപ്ലിനോടും റെസ്പെക്ട് കൊടുത്തുകൊണ്ട് കോർഡിനേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ സെറ്റ് ഉണ്ടോ, അതിനനുസരിച്ചുള്ള ഒരാളെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ട്. അത് പറഞ്ഞപ്പോഴാണ് അപ്പോൾ BIM കോർഡിനേറ്റർ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇനിയിപ്പോൾ ഡിഫറെൻറ്റ് ഡിസിപ്ലിൻ ആയിട്ടുള്ള മാനേജ്മെന്റ് ഓക്കെ, അത് ക്ലാഷ് ഡിറ്റക്ഷൻ മാത്രമായിട്ടുണ്ട് ഒതുങ്ങി പോകുന്നുണ്ട്. ആക്ച്വലി അങ്ങനെയും കാണാൻ. കാരണം ഒരു കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ വിചാരിക്കുന്ന ക്ലാഷ് ഡിറ്റക്ഷൻ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് കോർഡിനേറ്റർ ആവാലോ എന്നുള്ളത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് BIM കോർഡിനേറ്റർ എന്ന് പറയുമ്പോൾ ഒരു ക്ലാഷ് ചെയ്യുന്ന ഒരാൾ മാത്രമായിട്ടല്ലല്ലോ കോർഡിനേറ്റർ എന്ന് പറയുന്നത്. ഒരിക്കലും അല്ല. കാരണം BIM കോർഡിനേറ്റർ ഒരു മീഡിയേറ്റർ ആണ്, ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന്റെ ഒരു മീഡിയേറ്റർ ആണ്. BIM കോർഡിനേറ്റർ റോൾ എവിടെ ഇരിക്കണോ എന്നുള്ളതിനാണ് അതിന്റെ പ്രയോറിറ്റി. BIM കോർഡിനേറ്റർ ക്ലൈന്റ് സൈഡ് ആണോ, BIM കോർഡിനേറ്റർ കൺസൾട്ടന്റ് സൈഡ് ആണോ, BIM കോർഡിനേറ്റർ കോൺട്രാക്ടർ സൈഡ് ആണോ, BIM കോർഡിനേറ്റർ സബ് കോൺട്രാക്ടർ സബ് കൺസൾട്ടന്റ് സൈഡ് ആണോ, അതിനനുസരിച്ച് വേരി ചെയ്തുകൊണ്ടേയിരിക്കും. അതെ, ഇപ്പോൾ റൈറ്റ്ലി എന്ന് പറഞ്ഞ പോലെ ഇൻഫോർമേഷൻ മാനേജ്മെന്റ് ആണ് അവിടെ വേണ്ടത്. അല്ലാണ്ട് അപ്പോൾ ഈ ഇൻഫോർമേഷനിലുള്ള ഒരു ഇമ്പോർട്ടൻസ് ഈ മോഡലിംഗ് ലെവലിൽ ആൾക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇയേഴ്സ് ഇരുന്നാൽ പോലും അവർ മോഡലിംഗ് ലെവൽ തന്നെ ചുരുങ്ങി നിൽക്കുന്നത്. ബിൽഡിംഗ് ഇൻഫർമേഷൻ മോഡലിംഗ് ആണെങ്കിലും അതെ, ഇനിയൊരു അബ്രിവിയേഷൻ ഉള്ളതാണ് ഈ ബെറ്റർ ഇൻഫർമേഷൻ മാനേജ്മെന്റ്. ബെറ്റർ ഇൻഫർമേഷൻ മാനേജ്മെന്റ്, റൈറ്റ്. അപ്പോൾ റൈറ്റ് ഇൻഫർമേഷൻ റൈറ്റ് ടൈമിൽ റൈറ്റ് ആൾക്ക് പോയി ചേർന്നില്ലെങ്കിൽ അത് തന്നെ ഒരു ഫെയിലിയർ ആണ്. ഈ ഇൻഫോർമേഷന്റെ വർക്ക് ഫ്ലോ ഈ ഇൻഫോർമേഷൻ എങ്ങനെ കൊണ്ടുവരാം, എന്ത് ഇൻഫർമേഷൻസ് ആണ് വേണ്ടത്, ഈ ഇൻഫർമേഷൻ ആര് ചെയ്യണം, എപ്പോൾ ചെയ്യണം, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയ മാച്ച് ആകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ISO 19650 ഒക്കെ ഉണ്ട്. ഇത് ഇവർ അത്രത്തോളം അവെയർ അല്ല. സംഭവം ഇതൊരു തിൻ ലെയർ ആണ്. ആ തിൻ ലെയർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾസ് ഇവർക്ക് അത് അറിയണം. ഫ്രെയിം വർക്ക് ഓൾറെഡി ജനറേറ്റഡ് ആണ് അല്ലേ? പക്ഷേ ഈ ഒരു ഫ്രെയിം വർക്ക് അവിടെ ഇവർ കിടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സോ ഇതിന് ട്രെയിനിങ് കമ്പനി കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കമ്പനി അത്ര ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഫോർ സം റീസൺ ഐ ഡോണ്ട് നോ. സോ ആ ഒരു പോയിന്റ് ബ്രേക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഈ BIM മോഡലേഴ്സിന് ഒരു അർജ് വേണം ഇതിലേക്ക് മേലെ കയറാൻ വേണ്ടിയിട്ട്. അല്ലാതെ എങ്ങനെയാണ് ഇവർക്ക് കയറാനുള്ള വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? ഇപ്പോൾ കമ്പനി സൈഡ് പറയുന്നത് ആ ക്യൂരിയോസിറ്റി ആണ്. അടുത്തുള്ള ഡിസിപ്ലിനിൽ എന്ത് നടക്കും, അടുത്തുള്ള ഡിസിപ്ലിനിൽ ഞാൻ സ്വയം മര്യാദ കൊടുക്കുന്നുണ്ടോ, ആ മെച്യൂരിറ്റി ഇവർക്ക് വേണം. ആക്ച്വലി ഇറ്റ്സെൽഫ് ഹാസ് ഗോട്ട് ഡിഫറെന്റ് മെച്യൂരിറ്റി ലെവൽസ്. അതിനും പുറമെ കോർഡിനേറ്റർ ആൾക്ക് ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഇവിടെ ആ ഒരു പ്രോജക്റ്റ് ഫെയിലിയർ ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ then that itself എന്താ പറയുക ഫെയിലിയർ അവിടെ തന്നെ തുടങ്ങി.
പ്രോസസ്സിലേക്കുള്ള ഒരു നോട്ടം അവരിൽ കുറവുള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. റൈറ്റ്. അപ്പൊ ആ നോട്ടം അല്ലെങ്കിൽ ആ ക്യൂരിയോസിറ്റി ഉള്ള ആളെ ഐഡന്റിഫൈ ചെയ്തിട്ട് ബിം കോർഡിനേറ്റർ ആക്കാൻ ഏതൊരു ഓർഗനൈസേഷനും നോക്കും. വില്ലിംഗ് ടു ടേക്ക് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. കറക്റ്റ്. ആള് ബിം കോർഡിനേറ്ററുടെ ഒരു റോളിന് വേണ്ടി ആപ്റ്റ് ആണ്. അൺലെസ് അപ്പൊ ആൾക്കാർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് ഓക്കെ അതാണ് ആളുടെ കംഫർട്ട് സോൺ എങ്കിൽ ആള് സെർച്ച് ചെയ്യേണ്ട റോൾ ടെക്നിക്കൽ മാനേജർ കൈൻഡ് ഓഫ് റോളാണ്. അതെ. അപ്പൊ ഇവര് കരിയറിനെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് സ്റ്റാഗ്നന്റ് ആവുന്നത്. ഇതൊന്നും ഈ പറഞ്ഞ പോലെ ISO 19650, CDE, MIDP, ഇതുപോലത്തെ സംഭവമൊന്നും ഇവർക്ക് അധികം അതിലേക്ക് ക്യൂരിയോസിറ്റി ഇല്ലാത്തതുകൊണ്ടോ ഇല്ലെങ്കിൽ അതിലേക്ക് നോക്കാൻ അവർക്ക് ഒരു പ്രേരണ ഇല്ലാത്തതുകൊണ്ടോ മിസ്സിങ് ചെയ്യണമുണ്ട്. നല്ലൊരു കരിയർ പാത്താണ് ഇവര് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് ആക്ച്വലി. അല്ലെ? പ്രൈമർലി ഈ ക്യൂരിയോസിറ്റി കാരണം കൊണ്ടും അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്താ നടക്കണേന്ന് അറിയാത്തടത്തോളം കാലം അവർ ആ കംഫർട്ട് സോൺ ബ്രീച്ച് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ഡോക്യുമെന്റേഷൻ ആണ്. ഫസ്റ്റ് വേണ്ടത് ഈ ക്യൂരിയോസിറ്റി ആണ്. ഈ ക്യൂരിയോസിറ്റി വരുമ്പോൾ തന്നെ അടുത്തുള്ള ഡിപ്പാർട്ട്മെന്റിൽ എന്ത് നടക്കണോ എന്നുള്ളത് അറിയും. അതെ, നമ്മുടെ ഒരു ഫോർ എക്സാമ്പിൾ ഒരു കൊറിഡോർ ഉണ്ട്. ആ കൊറിഡോറിനുള്ളിൽ മൾട്ടിപ്പിൾ സർവീസ്. ഞാൻ എന്റെ സർവീസിന് മാത്രമേ ഞാൻ റെസ്പെക്ട് ചെയ്തിട്ട് വരയ്ക്കുള്ളൂ, ബാക്കിയുള്ള സർവീസിന് ഞാൻ മര്യാദ കൊടുക്കില്ല എന്നുള്ള വരുമ്പോഴാണ് ഈ ബിം കോർഡിനേറ്ററിന്റെ റോള് ചെറുതാവുന്നതും ആൾക്കാർ ഫുൾ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്തത്. എല്ലാ മോഡലേഴ്സിന്റെയും ഉള്ളിൽ ബിം കോർഡിനേറ്റർ ഉണ്ടാവാം, പക്ഷെ അത് അവരായിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാതെ അല്ലെങ്കിൽ അവരായിട്ട് എക്സ്പ്ലോർ ചെയ്യാതെ ഒരിക്കലും അടുത്ത സ്റ്റെപ്പിലേക്ക് അത് അജിത്ത് പറഞ്ഞ പോലെ ഒരു തിൻ ലൈൻ ആണെങ്കിലും റീച്ച് ചെയ്യാനുള്ള ഒരു കഷ്ടം എന്ന് പറയുന്നത് യു ഷുഡ് റീഡ് ത്രൂ തിങ്സ്. പ്രോജക്റ്റിനുള്ളിൽ എന്ത് നടക്കുന്നു ഓപ്പൺ മൈൻഡ്സ് വേണം അവിടെ. അതാണ് ആദ്യം വേണ്ടത്, ഓപ്പൺ മൈൻഡ്സ് വേണം. അതേപോലെ തന്നെ കമ്പനീസിനും ഒരു ഓപ്പൺ മൈൻഡ് അപ്രോച്ച് വേണം. ഇതിന്റെ ഒരാൾക്കാർക്ക് കേപ്പബിലിറ്റി ഞാൻ കാണുന്നു, ലെറ്റ്സ് എൻറോൾ എ ട്രെയിനിങ് ഫോർ എം. ആ ട്രെയിനിങ് ചെയ്തുകൊണ്ട് ആള് എന്താ പറയാ വേറൊരു എക്സ്ട്രാ സ്കിൽ സെറ്റ് എക്വയർ ആവുമ്പോൾ വേറൊരു പ്രോജക്ട് ബെനിഫിറ്റ് അവർക്ക് തന്നെയാണ് ബെനിഫിറ്റ് ആവുന്നത്. പക്ഷെ ബൈ ചാൻസ് കാണില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ശരിക്കും നല്ലൊരു മെന്റർഷിപ്പ് കിട്ടണം. അത് ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് ഈ പറഞ്ഞിട്ടുള്ള എങ്ങനെയാണ് ഇത് വർക്ക് ഫ്ലോ എന്നുള്ളത് കൃത്യമായിട്ട് പഠിച്ചാൽ നടക്കുന്ന കാര്യമാണ്. പക്ഷെ ഏറെക്കുറെ ഒരുപാട് കുറവാണ് ബിം കോർഡിനേറ്റർ ലെവൽ ഓഫ് കോഴ്സ് അവിടെ ഡിസൈൻ ചെയ്യുന്നതും ഇവർ അതിനെ ഓപ്റ്റ് ചെയ്യുന്നതും. ഈ പറഞ്ഞ മോഡലേഴ്സിനും ഒരു കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അവര് ഈ പറഞ്ഞ ബിം കോർഡിനേറ്ററിലേക്ക് വരാൻ ഉള്ള ക്യൂരിയോസിറ്റി ഇല്ലാത്തതുകൊണ്ട് അവർക്ക് തന്നെ അറിയാതെ തന്നെ അവർ ആ ഒരു കരിയർ പാത്താണ് അവർ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ കമ്പനി ഇവരെ ട്രെയിൻ ചെയ്യാത്തതുകൊണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യൻസി ഇവിടുന്ന് കിട്ടുന്നില്ല. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യാൻ ആകെ ഞാൻ കാണുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവരുടെ സ്വന്തമായിട്ട് പാത്ത് എടുക്കുക എന്നുള്ള പറഞ്ഞാൽ അത് കുറെ ടൈം എടുക്കും. അല്ലെങ്കിൽ നല്ലൊരു മെന്റർഷിപ്പിന്റെ അണ്ടറിൽ ഒരു കോഴ്സ് ചെയ്താലും ചെയ്യുമായിരിക്കണം. ഇൻഡസ്ട്രിയിൽ കണ്ടുവരുന്നത് ഈ പർട്ടിക്കുലർ പേഴ്സൺ അവര് ചിലപ്പോൾ ആ കമ്പനിയിൽ നിന്ന് മാറി വേറെ കമ്പനിയിലേക്ക് ചിന്തിക്കാനും തുടങ്ങും. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫിനെയും ആയിരിക്കും മിസ് ചെയ്യുന്നത്. സിജു, നമ്മൾ ഇപ്പോൾ പല പ്രോട്ടോകോൾസ് ലൈക്ക് CDE ഫോളോ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് എത്തുന്നില്ല. പക്ഷെ CDE ഫോളോ ചെയ്യണം എന്നുള്ളതിൻ്റെ ഡോക്യുമെന്റ് ഇവർക്ക് അറിയണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ആർക്കാണെന്ന് വെച്ചാൽ മോഡലേഴ്സിനോ ഇല്ലെങ്കിൽ ഈവൻ ബിം കോർഡിനേറ്റേഴ്സിന് തന്നെ. ഇപ്പോൾ ഉള്ള GCC പ്രോജക്റ്റിലൊക്കെ ഇത് ഏകദേശം മാൻഡേറ്ററി അല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്? ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു ഫീൽഡ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഡോക്യുമെന്റേഷനൊക്കെ ഒന്ന് സ്ട്രോങ് ആയി വരുന്നത് ഈ കാലഘട്ടങ്ങളിലാണ്. ഇൻഡസ്ട്രി ഇപ്പൊ എവർ സിൻസ് ബിം ഒരു മാൻഡേറ്ററി ആയി കൊണ്ടതിന് ശേഷം ISO 19650 ഒരു ഫ്രെയിം വർക്ക് ആയതിന് കൊണ്ടുവന്നതിന് ശേഷം വന്നിട്ടുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ചിന് വേണ്ടി ഒരു CDE പ്ലാറ്റ്ഫോം നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം. ഇതിനു മുമ്പുള്ള ബിം എക്സിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പുള്ള ഷെയറിംഗ് ഓഫ് ഡോക്യുമെന്റ്സ് EDMS പ്ലാറ്റ്ഫോം, CDMS പ്ലാറ്റ്ഫോം വഴിയായിരുന്നു. എക്കോണിക്സ്, ഷെയർ പോയിന്റ് അങ്ങനത്തെ പ്ലാറ്റ്ഫോമുകളായിരുന്നു. ഈ പ്ലാറ്റ്ഫോമുകൾക്കൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ലൈക്ക് 3D റിവ്യൂ ചെയ്യാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ആണ്. 2D കൈമാറാം, ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. 2D കൈമാറാം പ്ലസ് ഫയൽ ആ പ്ലാറ്റ്ഫോമിൽ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കാം. റിവ്യൂവിന് വേണ്ടി എളുപ്പമായിരുന്നു 2D ആയിരുന്നെങ്കിൽ. ഡോക്യുമെന്റേഷൻ 2D എക്സൽ ഫയൽസ് അങ്ങനത്തെ ഒരു ഇതായിരുന്നപ്പോ. പക്ഷെ ഇപ്പോ ബിമ്മിന്റെ ലൈഫ് സൈക്കിളോ അല്ലെങ്കിൽ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ താങ്ങുന്ന ഒരു ബിം മോഡൽസ് അത് റിവ്യൂ ചെയ്യാൻ അവർക്ക് നേറ്റീവ് ഫോർമാറ്റ് ആയിട്ടുള്ള തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. ബട്ട് വാട്ട് ഇഫ് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ആ പ്ലാറ്റ്ഫോമിൽ ഫ്ലോലെസ് ആയിട്ട് നമുക്ക് റിവ്യൂ ചെയ്യാം. ആ പ്ലാറ്റ്ഫോമിൽ ഇഷ്യൂസ് പോയിന്റ് ഔട്ട് ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ആൾക്ക് അസൈൻ ചെയ്യാം. അസൈൻ ചെയ്ത ആൾക്ക് ആ റിപ്പോർട്ട് വരുന്നുണ്ടോ എന്നും ചെക്ക് ചെയ്യാം. അസൈൻ ചെയ്യപ്പെട്ട ആൾക്ക് റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ അതൊരു പ്ലാറ്റ്ഫോം. എല്ലാം അടങ്ങുന്ന ഒരു സിംഗിൾ പോയിന്റ് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഈ CDE.
ഓക്കെ ഓപ്പൺ ബീം പ്ലാറ്റ്ഫോം ഫോർമാറ്റ് ഒക്കെ വന്നത്. ഓക്കെ സ്മാർട്ട് ബീം ആണ് എൻ്റെ ഓപ്പൺ ബീം. ഓപ്പൺ സോഴ്സുകളും ഓപ്പൺ ബിമ്മും എപ്പോഴും ബിം ഐഡിയോളജി ഫോളോ ചെയ്യുന്ന എല്ലാ കമ്പനികളും കോൾ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം റെസ്ട്രിക്റ്റഡ് ടു ഇന്ന സോഫ്റ്റ്വെയർസ് ആയിരിക്കാൻ പാടില്ല. അതെ. ഈ ബിമ്മിന്റെ വർക്ക് ഫ്ലോന് നല്ലൊരു ഇവലേഷൻ ആണ് ലാസ്റ്റ് ഇയേഴ്സിനായിട്ട് സംഭവിക്കുന്നത്. സ്റ്റാൻഡേർഡേഷൻ വളരെ കൂടി ഇപ്പോൾ ISO 19650 വന്നതോട് കൂടിയിട്ട് ഇത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഇതിന്റെ സ്റ്റാൻഡേർഡൈസേഷൻ അവിടെ വന്നു കഴിഞ്ഞു. അതിൽ പിന്നെ ഈ പറഞ്ഞ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏറെക്കുറെ വരുന്നത് ഓപ്പൺ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഇനിയിപ്പോൾ സോഫ്റ്റ്വെയറും കൂടി നമ്മൾ ലിമിറ്റഡ് ആയിരിക്കില്ല ഇനി വരുന്ന ടൈമിലേക്കൊക്കെ. അപ്പോൾ നമ്മൾ പഴയ കാലത്തിൻ്റെ ലെവലിലേക്ക് വെറും മോഡലിംഗ് ചെയ്യുക കൊടുക്കുക എന്ന ലെവലിലേക്ക് അല്ലാതെ ഇൻഫർമേഷൻ്റെ ട്രാൻസ്ഫറിനോട് വളരെ കൂടുതൽ മുൻതൂക്കം കൊടുക്കേണ്ട ഒരു ടൈം പീരീഡാണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഇൻഫർമേഷൻ നിങ്ങൾ അയക്കണമെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ലൈക്ക് ക്ലയന്റ് റിവ്യൂ ചെയ്യണമെങ്കിലും എല്ലാത്തിനും ഒരു പോയിന്റും കൂടി അതിൽ കംപ്ലൈൻഡ് ആണ്. അതായത് ISO 19650 ആയിട്ടുള്ള സെക്യൂരിറ്റി മൈൻഡഡ് അപ്രോച്ച്. ഓപ്പൺ സോഴ്സുമായിട്ട് ഒരു ഐറണി ഉണ്ട്. അതായത് സെക്യൂരിറ്റി മൈൻഡഡ് അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലയന്റ് ഡോക്യുമെന്റ്സിന് വേണ്ടി സെക്യൂരിറ്റി കൊടുക്കുന്നതിന് ഉള്ള ഒരു മാൻഡേറ്റ് ആണ്. സെക്യൂരിറ്റി മൈൻഡഡ് അപ്രോച്ച് എന്ന് പറയുന്ന പാർട്ട് 5 ആയിട്ടുള്ള ഡോക്യുമെന്റ്. അപ്പോൾ അത്രയും റിസ്ക് അല്ലെങ്കിൽ അത്രയും കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെന്റ് കൈകാര്യം ചെയ്യണമെങ്കിൽ യു നീഡ് ഡെഫിനറ്റ്ലി ഗുഡ് CDE പ്ലാറ്റ്ഫോം, IT ഫയർവാൾ, IT റിക്വയർമെന്റ്സ്. അപ്പൊ അതാണ് അതിന്റെ ഫയർവാൾ ഇല്ല, അതായത് അതല്ല അതിനെ സേഫ് ഗാർഡ് ചെയ്യണം. ഇൻഫർമേഷൻ അവിടെ സെക്യൂർഡ് ആണ്. ഡാറ്റ സെക്യൂരിറ്റി, ഈ ഡേറ്റ സെക്യൂരിറ്റി ആണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. സോ വിത്തൗട്ട് ക്ലയന്റ് ഒരു കംപ്ലൈ അല്ലെങ്കിൽ അവരും ഈ ഒരു ഇതിനോട് ഉറച്ചു നിൽക്കാതെ നമുക്ക് ഒരിക്കലും ഓപ്പൺ സോഴ്സിനെ കംപ്ലീറ്റ്ലി റിലൈ ചെയ്യാൻ പറ്റില്ല ഫോർ CDE പ്ലാറ്റ്ഫോംസ്. അങ്ങനത്തെ ഒരു ഇതാണ്. മീൻ വൈൽ ഫോർ ഓതറിങ് അങ്ങനത്തെ കാര്യങ്ങളിൽ ഓപ്പൺ സോഴ്സുകളെ ധൈര്യമായി അപ്രോച്ച് ചെയ്ത് തുടങ്ങാം. എപ്പോഴും റിവറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല. പക്ഷേ സെക്യൂരിറ്റി പർപ്പസ് നോക്കുമ്പോൾ അതുപോലെ കുറച്ച് ഇഷ്യൂസ് വരും. സെക്യൂരിറ്റി ഇൻഫർമേഷൻ വൈൽ ഈ CDE ആയിട്ട് ആക്ട് ചെയ്യണ അറിഞ്ഞുകൊണ്ട് മാത്രം. കാരണം ആർക്കും വേണമെങ്കിലും ഒന്ന് നാളെ എന്തെങ്കിലും സെക്യൂരിറ്റി ഡിസ്റപ്റ്റ് ചെയ്തിട്ട് ഹാക്ക് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലും അത് ഉപയോഗിക്കുന്ന ആ CDയുടെ ഓണറിനായിരിക്കും അതിന്റെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ക്ലയന്റ് അതിന് ലൈക്ക് പെനാൽറ്റി ചാർജ് ചെയ്യണത് അതൊക്കെ നെക്സ്റ്റ് ലേറ്റസ്റ്റ് സ്റ്റേജ് ആവും. അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഗുഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ള CDE പ്ലാറ്റ്ഫോം, അതായത് ഇൻഡസ്ട്രി ഡിക്ലെയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള CDE പ്ലാറ്റ്ഫോം, അതായത് പ്രൊക്കോർ, ACC, ബിംസിംഗ്, കറ്റൻഡർ, ഇപ്പോ റിവിസ്റ്റോ ഒരു CDE പ്ലാറ്റ്ഫോമിനേക്കാളും ഉപരി പല CDE പ്ലാറ്റ്ഫോമിനെയും മാപ്പ് ചെയ്തിട്ടുള്ള ഒറ്റ CDE പ്ലാറ്റ്ഫോമാണ്. എഫിഷ്യൻസി നമ്മുടെ ഇൻഡസ്ട്രി അത്രയും ഇന്ന് അഡ്വാൻസ്ഡ് ആണ്. അതാണ് ഇപ്പൊ നമ്മളിപ്പോ പഴയ 3D മാത്രമല്ലോ. ഇപ്പോൾ BIM എന്ന് പറയുന്നത് ഇവൻ 10th ഡയമെൻഷനൊക്കെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മളിപ്പോഴും 3D ഡാറ്റേനെ സെക്യൂർ ചെയ്യാനോ അല്ലെങ്കിൽ 3D ഡാറ്റേനെ അക്യുറേറ്റ് ആയിട്ട് മോഡൽ ചെയ്യാനോ ഇപ്പോഴും ആൾക്കാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ബിക്കോസ് സ്ട്രഗിൾ ഉണ്ടാവും. കാരണം അതാണ് അതിന്റെ ക്യാപിറ്റൽ, അതാണ് അതിന്റെ ഇനീഷ്യൽ 3D ഇൻഫർമേഷൻ. പല കമ്പനീസും CAD BIMലേക്ക് ട്രാൻസിഷൻ ചെയ്യുമ്പോൾ എപ്പോഴും അവർ കൺവിൻസ്ഡ് ആവാത്തൊരു റീസൺ വൈ വി ആർ ഇൻവെസ്റ്റിംഗ് ഇത്രയധികം ക്യാപിറ്റൽ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനുള്ളിൽ നിന്ന് അവസാനം വരുന്ന പ്രൊജക്ട് വാല്യൂ സെയിം ആയിരിക്കില്ലേ? അല്ല, വ്യത്യാസം. ബിക്കോസ് BIM സസ്റ്റൈനബിലിറ്റി അടക്കം ഉള്ള ലൈഫ് സൈക്കിളിൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ആണ്. അതായത് താൻ ഉണ്ടാക്കുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ താൻ ഓർഡർ ചെയ്യുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ആ മോഡൽ, ഓണർഷിപ്പ് എടുക്കുന്ന ആ മോഡൽ നാളെ വേറൊരു ടീം അത് ഏറ്റെടുക്കുന്നു. അതിന് സംബന്ധിച്ചുള്ള എക്സ്പാൻഷൻ പ്രോജക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിന് ചുറ്റുപാടുമുള്ള ചുറ്റുപാടിനുള്ള വർക്കിന് വേണ്ടി ഈ BIM മോഡൽ അറ്റാച്ച് ചെയ്തിട്ട് വേണം അവര് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ BIM ഓർഡർ ചെയ്യണേന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പിന്നെ BIM അവിടെ ഫെയിൽ ആവില്ല. ഇവിടെ BIM എക്സിക്യൂഷൻ ലെവലിലേക്ക് മാത്രമേ തിങ്ക് ചെയ്ത് പോകുന്നത്. ആക്ച്വലി എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടും ഇതിന്റെ യൂസേജ് ഉണ്ട്. ലൈക്ക് ഫെസിലിറ്റി മാനേജേഴ്സിന്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൈൻഡ് സെറ്റിൽ വേണം BIM എന്നുള്ള കാര്യം കൈകാര്യം ചെയ്യാൻ. ഇതിന്റെ വളരെ യൂസ്ഫുൾ ആണ് ഇതിന്റെ ലോങ് ടേമിൽ ആക്ച്വലി. മാത്രമല്ല ഇതിപ്പോ 2D ചെയ്തുകൊണ്ട് ഇപ്പോൾ സൈറ്റിൽ വരുന്ന ഇഷ്യൂസ് ഒക്കെ നമുക്ക് തന്നെ അറിയാം. പല പ്രൊജക്റ്റിലും മില്യൺസ് ഓഫ് എമൗണ്ട് ആണ് അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക ആയിട്ടിരിക്കുന്നത്. കേസ് സ്റ്റഡീസ് നമുക്കറിയാം, നമ്മൾ ചെയ്ത പ്രൊജക്ട്സ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും. ഇപ്പോൾ 3D വന്നതോട് കൂടിയിട്ട് അവിടെ ഒരു ഡിസൈൻ വാല്യുവേഷൻ നടക്കുന്നുണ്ട്. കോർഡിനേഷൻ ക്ലിയർ ആണ്, വർക്ക് ഫ്ലോ ക്ലിയർ ആണ്. സോ ഈ ഇൻഫർമേഷൻ അത്രയും പ്രാധാന്യമുണ്ട്. പ്ലസ് ഇപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി മൂവ് ചെയ്ത് തുടങ്ങുന്നത് ഡിജിറ്റൽ ട്വിന്നിലേക്കാണ്. ഇങ്ങനെ ഡിജിറ്റൽ ട്വിൻ വരുമ്പോൾ ഇറ്റ് ഹാസ് അങ്ങനെ ഒരു സസ്റ്റൈനബിലിറ്റിയുടെ ഒപ്പം
കൈകോർത്ത് പോകേണ്ട ഒരു നല്ല ഡിജിറ്റൽ ട്വിൻ. അതായത് ഒരു ടൗൺഷിപ്പ് പ്രോജക്റ്റ് ആണ്. സ്മാർട്ട് സിറ്റി. അതിനനുബന്ധിച്ചുള്ള അടുത്ത ടൗൺഷിപ്പ് പണിയണമെങ്കിൽ ഈ ടൗൺഷിപ്പ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ലിങ്ക് ചെയ്തിട്ട് വേണം അടുത്ത ടൗൺഷിപ്പിനെ ഇതിന്റെ ക്രോസ് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ സംയോജിതമായിട്ടൊന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് ഇത് എന്താ ചെയ്യാ ഒന്ന് പണിത് വരാനോ അതിന് വേണ്ടിയിട്ട് BIM ഉപയോഗിക്കപ്പെടുന്നു. ഓക്കെ. സോ BIM-ന്റെ യൂസ് വെരി വാസ്റ്റ് ആക്ച്വലി. ഇത് ഇന്നത്തെ കാലത്തിൽ വളരെ യൂസ്ഫുൾ. ഇപ്പോൾ AI എന്ന് പറയുന്ന സംഭവം BIM-ഓട് കൂടിയിട്ട് എങ്ങനെയാണ് കറക്റ്റ് ഇപ്പോൾ സിജോ കാണുന്നത്? ആക്ച്വലി AI എന്ന് പറയുന്നതും ചിലരുണ്ട് ഇപ്പോൾ BIM-നെ റീപ്ലേസ് ചെയ്യാൻ AI പറ്റുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് ആക്ച്വലി. സോ അതിനെപ്പറ്റി എന്താണ് കാഴ്ചപ്പാട്? ലൈക്ക് ഡിസൈനിൽ പല വാഗ്വാദങ്ങളുണ്ട് അതിനെപ്പറ്റി. പക്ഷേ AI-യുടെ ഉപയോഗം കാരണം കൊണ്ട് റിപ്പീറ്റേഷൻ ഓഫ് ഡിസൈൻസ് നടക്കാൻ ചാൻസ് ഉള്ള കാരണം കൊണ്ട് ഇൻ ടു BIM അല്ലെങ്കിൽ ഓതറിങ് BIM അങ്ങനത്തെ ലെവലില് AI ഇപ്പൊ തൽക്കാലത്തേക്ക് പോസിബിൾ അല്ല. എക്സ്റ്റീരിയർ BIM വർക്ക്സ് ഉണ്ട്. അതായത് ലേറ്റസ്റ്റ് ന്യൂസ് എനിക്ക് BIM-ന്റെ ഉള്ളിൽ ലേറ്റസ്റ്റ് ന്യൂസ് എനിക്ക് എൻ്റെ ഇമെയിലിലേക്ക് വരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം BIM ഇംപ്ലിമെന്റേഷൻ ടീം വിത്ത് സപ്പോർട്ട് ഓഫ് ആ കമ്പനിയുടെ ഒരു ഡയറക്ടർ, HR അല്ലെങ്കിൽ അക്കൗണ്ട്സ് എല്ലാവരും കൂട്ടി ഫങ്ഷൻ ചെയ്തിട്ട് ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് എന്നുള്ള അസിസ്റ്റൻസ് ആണ്. ലൈക്ക് BIM എന്നുള്ള ഒരു സ്മാർട്ട് വർക്കിന് വേണ്ടിയിട്ട് എന്നുള്ള ഗ്ലോബൽ ലീഡേഴ്സ് എല്ലാവരും എടുത്തു നോക്കിയാലും AI-നെ എംബ്രേസ് ചെയ്യാൻ പറയുന്നുണ്ടെങ്കിലും AI-ൽ കുറെ ഫാൻസി തിങ്സ് ഉണ്ട്. ഓൺ ക്ലാസി ലുക്സ് ഫാൻസി തിങ്സ്, ലുക്ക് മാത്രമേ ആ ഫാൻസി ഉള്ളൂ. അത് സ്ട്രൈറ്റ് അവേ പോയി എംബ്രേസ് ചെയ്യാൻ ആരും പറയുന്നില്ല. വാട്ട് ഈസ് പ്രിഡോമിനന്റ്ലി റിക്വയർഡ് ജെന്യുവൻലി എന്ത് നടക്കും അല്ലെങ്കിൽ ഈ ഒരു AI നമ്മുടെ വർക്ക് ഫ്ലോയിൽ എന്ത് നടത്താൻ സഹായിക്കുന്നു അവിടെ നിന്ന് AI-നെ എംബ്രേസ് ചെയ്യാനേ എല്ലാവരും പറയുന്നത്. സ്ട്രേറ്റ് അവേ പോയി മോഡലിങ്ങിന് എനിക്കൊരു AI, കോർഡിനേഷന് വേണ്ടി എനിക്കൊരു AI, ഷീറ്റിന് വേണ്ടി എനിക്കൊരു AI, അങ്ങനെ ഒരു AI ഇല്ല. അതെ, BIM എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വളരെ വലിയൊരു പ്ലാറ്റ്ഫോമാണ് BIM എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള സ്ട്രാറ്റജി ഉണ്ട്. പക്ഷെ അതിലേക്കെല്ലാം AI-യുടെ സപ്പോർട്ടീവ് അല്ലെങ്കിൽ AI-യുടെ അസിസ്റ്റൻസ് ഉണ്ടാവും. റെക്കമെൻഡേഷൻസ് വരും. പക്ഷെ അതുപോലെ തന്നെ AI-നെ നമ്മളും കുറച്ച് പ്രെഡിക്ട് ചെയ്യണം. റെപ്പിറ്റേഷൻസും AI അറിയാതെ എടുത്തിടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ChatGPT അല്ലെങ്കിൽ ഏത് AI നമ്മൾ ഉപയോഗിക്കണം, വെൻ വി ട്രൈ ടു ആസ്ക് ദി AI ടു റീഫ്രൈസ് ഇറ്റ്, അവർ നമ്മുടെ വൊക്കാബുലറി മനസ്സിലാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ വീണ്ടും വീണ്ടും തരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട് അത് റിപ്പീറ്റേഷൻ AI-യുടെ ഒരു ഇതാണ്. ആ ഡാറ്റ തന്നെയാണല്ലോ ഒരു ഇൻഫർമേഷൻ വീണ്ടും തരുന്നുകൊണ്ടിരിക്കുന്നത്. അതേ സെയിം ഈവൻ വൊക്കാബുലറി പോലും സെയിം ആയിട്ട് തിരിച്ചു തരുന്ന AI ഉണ്ടെങ്കിൽ അപ്പൊ ദാറ്റ് മീൻസ് AI-ക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു പോയിന്റിൽ ഫുള്ളി എഫിഷ്യന്റ് അല്ല ഇപ്പോ ഉള്ള ഒരു ഇതില്. When I talk with people who are working at present it's not like, but നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്യൂച്ചർ നമ്മൾ അഡാപ്റ്റ് ചെയ്യണം ഏത് കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ന് ടെക്നോളജി പറഞ്ഞ BIM എന്ന് പറഞ്ഞ ടെക്നോളജി ഇന്നും വന്നതല്ല. ഒരു 2015 തന്നെ ഇപ്പോൾ ഷിജുവിന് അറിയാൻ പറ്റും ഓൾറെഡി മാൻഡേറ്ററി ആക്കി ചെയ്തിട്ടുള്ളതാണ്. സോ ആ ടെക്നോളജി എന്നുള്ളത് വളരെ പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ്. ഇപ്പോൾ AI വരികയാണെങ്കിൽ നമ്മളൊരു ഓപ്പൺ മൈൻഡിൽ നമ്മുടെ കറൻറ്റ് ടെക്നോളജിക്ക് അഡാപ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ ഏത് ടെക്നോളജി നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. പക്ഷേ നമ്മൾ ഫ്യൂച്ചറായിട്ട് ഇപ്പോൾ AI വരുന്ന പണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കാൻ പറയുക എന്നുള്ളതിൽ യാതൊരു അർത്ഥവും വരുന്നില്ല. സോ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ടെക്നോളജിയിൽ. ആൻഡ് BIM ഈസ് എ വണ്ടർഫുൾ ഫീൽഡ് ആക്ച്വലി. വെരി സ്മാർട്ട് വർക്ക് ആയിട്ടുള്ള അതൊരു ട്രഡീഷണൽ അപ്രോച്ച് അല്ല. സോ അതൊക്കെ വളരെ ഒരു ഈ ഫീൽഡിലേക്ക് വരുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻസൈറ്റ് ആണ്. ഇപ്പൊ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡ്സിന് പുറമെ പുതിയതായിട്ടുള്ള കാര്യങ്ങളും BIM-ൽ ചെയ്തു വരുന്നുണ്ട് ഓൾറെഡി. ഞാൻ എന്റെ കരിയർ തുടങ്ങുമ്പോൾ ലൈക്ക് റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ പ്രോജക്ട്സ് വിട്ടിട്ട് പിന്നീട് ഗ്രാജുവലി ഐ സ്റ്റാർട്ടഡ് പിക്കിംഗ് തിങ്സ് അപ്പ് ഫ്രം ഡേറ്റാ സെന്റർ പ്രോജക്ട്സ്, അതിനുശേഷം ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പ്രോജക്ട്സ്. അപ്പൊ അതിന്റെ എവല്യൂഷൻ കണ്ടില്ലേ. വെൻ വി ഡിഡ് BIM അത് റെസിഡൻഷ്യൽ കമേഴ്ഷ്യൽ മേ ബി മിലിറ്ററി ഹോസ്പിറ്റാലിറ്റി അങ്ങനത്തെ ഒരു സെക്ടറിൽ നിന്ന് ഡേറ്റാ സെന്ററും ഇന്ന് സബ്സ്റ്റേഷനും ഇപ്പോൾ ലൈക്ക് വേറൊരു ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ MEP ആസ്പെക്റ്റാണ് പറയുന്നത്. ബട്ട് ഇൻടു ഇൻഫ്രാ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ റോഡ്സ്, ടണൽസ്, റെയിലിങ്സ് അങ്ങനെ പല ആസ്പെക്റ്റിലേക്കും പോകുമ്പോൾ വി സീ ദാറ്റ് സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ BIM one or the other each day. അതെ, എവല്യൂഷൻ ഉണ്ട്. അതെ, അതായത് മുമ്പ് ഒരു ബിൽഡിംഗ് പറയുമ്പോൾ തന്നെ is it just sticking on to residential building? Vertical നമ്മളിപ്പോ ഹൊറിസോണ്ടൽ പ്രൊജക്റ്റിലേക്ക് തിങ്ക് ചെയ്യുന്നില്ല. ഈ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആൻഡ് ഓൾ. ബട്ട് എക്സ്റ്റെൻസ് അവിടം വരെയായി. അപ്പൊ ഇൻഡസ്ട്രി ഈസ് ട്രാൻസിഷനിങ്,
ത്രൂ ഔട്ട് ഇപ്പൊ ഇതില് ബിപ്പിനെ നോർമൽ റുട്ടീനേക്കാളും കൂടുതൽ ഇപ്പൊ വേറെ കൈൻഡ് ഓഫ് റിക്വയർമെന്റ്സ് ഇന്ന് വന്നു തുടങ്ങി. ഓക്കെ. ഈ ബിം മോഡലേഴ്സിനും ഇല്ലെങ്കിൽ ബിം കോർഡിനേറ്റേഴ്സിനും മാൻഡേറ്ററി ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ സിജോ കാണുന്ന ഏറ്റവും വേണ്ടപ്പെട്ട ഇൻഫർമേഷൻ ഇവർക്ക് വേണ്ടത് എന്തൊക്കെയാണ് ആക്ച്വലി? ഇപ്പോൾ ഔട്ട് ഓഫ് ആയിക്കോട്ടെ മാനേജർ ഇഫ് യു ഡോണ്ട് ഹാവ് ക്ലാരിറ്റി പ്ലീസ് ഡോണ്ട് മൂവ് ഫോർവേഡ്. അതെ. There is something advice that I can give for that. Please don't move forward. That's it. Try to get that clarity. Clarity ഇല്ലാതെ നിങ്ങൾ ബിം കോർഡിനേറ്ററിനെ അഡ്വൈസ് ചെയ്യാൻ പോകുന്നില്ല, നിങ്ങൾ മാനേജറിനെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല. സെയിം വൈസ് വേഴ്സ, മാനേജറിനും ക്ലാരിറ്റി ഇല്ലാതെ ഒരു വർക്ക് അസൈൻ ചെയ്യാൻ കോർഡിനേറ്ററിനും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ. ഈ ക്ലാരിറ്റിയാണ് ഫ്രെയിം വർക്ക് ആയിട്ട് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓർഗനൈസേഷൻ തന്നിരിക്കുന്നത്. ആക്ച്വലി 19650 തന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ ഈ ക്ലാരിറ്റി അവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് പല രൂപത്തിൽ CD പറയാം, MIDP, TIDP, നിങ്ങൾ പറഞ്ഞ എനിത്തിങ് ഇസ് വെൽ ഡിഫൈൻഡ്. ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, 3D മോഡൽസ് ആയിക്കോട്ടെ, മോഡലിംഗിന് എന്താ ചെയ്യേണ്ടതെന്ന് ആയിക്കോട്ടെ, അത് ക്ലാരിറ്റി ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ചേർന്ന് ആ ഒരു enthusiasm വളർത്തിയിട്ട് ക്ലാരിറ്റിയോടെ മുന്നോട്ട്. അതിനുള്ള പാത്ത് ഉണ്ട്, അതിനുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട്, അതിനുള്ള പ്രോട്ടോകോൾസ് ഉണ്ട്. ഇത് അവെയർ ആവുക എന്നുള്ളതാണ്. കാരണം ബിം എന്നുള്ള ഫീൽഡ് വളരെ രസകരമാണ്. ബട്ട് ഇഫ് യു ഫോളോ ദ സ്റ്റാൻഡേർഡ്സ്, it's interesting only if you follow the guidelines. Right. Thank you സിജോ. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ടൈം തന്നതിലും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിരുന്നു. താങ്ക്സ്.